ഞാനിപ്പോൾ എൻ്റെ കോളേജ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു വൈബ് ഉണ്ട്. ജോഫിൻ ഡീക്കൻ ഡിഗ്രി ചെയ്ത സമയത്ത് ജോഫിൻ ഡീക്കന് കിട്ടിയ ഒരു വൈബ് ഉണ്ട്. അപ്പോൾ ഇനി ഫ്യൂച്ചർ മിനിസ്റ്റർക്ക് യൂത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ കീപ്പ് ചെയ്യേണ്ട ഒരു വൈബ് ഉണ്ട്. അവരായിട്ടൊന്ന് ഒത്തു പോകണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കണമെങ്കിൽ ഒരു വൈബ് വേണം. ഇപ്പം എന്നെ പോലെ ഒരു യൂത്ത് ആഗ്രഹിക്കുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു വൈദികനെയാണ്. അപ്പോൾ യൂത്തിന് വേണ്ടി എന്തെങ്കിലും സ്വപ്നങ്ങളോ പ്ലാനുകളോ ഉള്ളിലുണ്ട്? യുവജനങ്ങളുടെ കൂടെ നടക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഈ യുവജനങ്ങളുടെ ട്രെൻഡുകളും അവരുടെ ചിന്താരീതികളും ഈ കാലഘട്ടത്തിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്തെ പോലത്തെ ചിന്താഗതികളല്ല ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ ആ ട്രെൻഡുകളൊക്കെ ഇങ്ങനെ മാറി. എന്നാലും ഞങ്ങൾ സെമിനാരി ഫോർമേഷനിൽ ഞങ്ങൾ യൂത്ത് മിനിസ്ട്രി ചെയ്യുന്നുണ്ട്, ഞങ്ങൾ കാറ്റഗിസം പഠിപ്പിക്കാനായിട്ട് ക്ലാസ്സുകളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് യുവജനങ്ങളുമായിട്ട് അടുത്തിടപഴകുന്ന ഒരുപാട് ആക്ടിവിറ്റീസിൽ ഞങ്ങൾ പങ്കാളികളാകുന്നുണ്ട്. എന്നാൽ ഇതിനോടൊക്കെ ഞങ്ങളെല്ലാം നേടിയെന്ന് ഞങ്ങൾ പറയുന്നില്ലേ. കാരണം ഈ ട്രെൻഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, കാലഘട്ടത്തിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനായിരിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ യുവജനങ്ങളോട് പരമാവധി ഇടപഴകി അവരുടെ ഒരു വൈബിനനുസരിച്ച് മാറാനായിട്ടും അവരൊപ്പം നടക്കാനൊക്കെ ആയിട്ട് ഞാൻ ശ്രമിക്കും. പക്ഷേ ഇത് ഒരിക്കലും തീർന്നിട്ടുള്ളൊരു പ്രോസസ്സല്ല, ഇതിങ്ങനെ ഓൺഗോയിങ് ആയി നടക്കുന്നതാണ്. ഇതിലൂടെ നമ്മളിങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് അവരുടെ കൂടെ നടന്നിട്ട് മാത്രമാണ് ഇതിങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയും ഒരു പ്രോസസ്സാണ്, ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും.